നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച മാസപ്പടി വിവാദവും കള്ളപ്പണ ഇടപാട് കേസുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശക്തമായ നീക്കങ്ങളിലൂടെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ 3 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തെ മുൻനിരയിൽ നിന്ന് നയിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കള്ളപ്പണ നിരോധന നിയമത്തിലെ PMLA പ്രകാരം ശക്തമായ വകുപ്പായ സെക്ഷൻ 50 പ്രകാരം ED ഇപ്പോൾ സമൻസ് അയച്ചതായിട്ടാണ് ഇപ്പോഴത്തെ പ്രധാന സംഭവവികാസം. വരാനിരിക്കുന്ന വെള്ളിയാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സാധാരണ ഒരു സാക്ഷിയെയോ പരാതിക്കാരനെയോ വിളിപ്പിക്കുന്നത് പോലെയല്ല ഈ പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് എന്നതിനാൽ തന്നെ കോടതിക്ക് തുല്യമായ പദവിയുള്ള ഈ സമൻസ് അവഗണിക്കുന്നത് വലിയ നിയമപരമായിട്ടുള്ള തിരിച്ചടികൾക്ക് കാരണമാകും. വ്യക്തിപരമായ അസൗകര്യങ്ങളോ കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളോ ചൂണ്ടിക്കാട്ടി 1-2 തവണ ചോദ്യം ചെയ്യലിൽ നിന്ന് സാവകാശം തേടാൻ നിയമപരമായിട്ട് സാധിക്കുമെങ്കിലും അന്വേഷണവുമായി ED വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് കേന്ദ്ര ഏജൻസികളിൽ നിന്നുമൊക്കെ തന്നെ ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രാഷ്ട്രീയ വിവാദങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ വിഷയം ഇപ്പോൾ പൂർണ്ണമായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കർശനമായ നിയമ നടപടികളിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ കേസിലേക്ക് ED നേരിട്ട് ഇടപെടുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണ കണ്ടെത്തലുകളാണ്. കരിമണൽ കമ്പനിയായിട്ടുള്ള CMRൽ നിന്നും സേവനങ്ങളൊന്നും നൽകാതെ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന ആക്ഷേപമാണ് കേസുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനം. ഏകദേശം 2,78,00,000 രൂപയോളം എക്സാലോജിക്കും വീണയും നേരിട്ട് വാങ്ങിയെന്നും ഇതിൽ 50 ലക്ഷം രൂപ വായ്പാ രൂപത്തിലാണ് കൈപ്പറ്റിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മുൻപ് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ കേസിൻ്റെ തുടരന്വേഷണങ്ങൾക്ക് താൽക്കാലിക തടസ്സം നിന്നിരുന്നുവെങ്കിലും പിന്നീട് ഡിവിഷൻ ബെഞ്ച് ഉൾപ്പെടെ അന്വേഷണത്തിന് പൂർണ്ണമായ പച്ചക്കൊടി കാണിച്ചതോടെയാണ് ED നടപടികളൊക്കെ തന്നെ ദ്രുതഗതിയിലാക്കിയത്. ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നത് എന്ന ചോദ്യം കോടതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ സമൻസിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് പ്രതിഭാഗം വിലയിരുത്തുന്നു. മുൻപ് CMRലിനെയും KSIDCയെയും ഒക്കെ തന്നെ മുൻനിർത്തി പ്രതിരോധം തീർക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഇപ്പോൾ നേരിട്ട് ഹാജരാകേണ്ടി വരുന്ന സാഹചര്യം വീണയ്ക്ക് വലിയ ആശങ്കകൾ സമ്മാനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ ED അപ്രതീക്ഷിതമായിട്ട് നടത്തിയ പരിശോധന രാഷ്ട്രീയ വൃത്തങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു. പുലർച്ചെ ആരും അറിയാതെ എത്തി നടത്തിയ ഈ റെയ്ഡിൽ വീട്ടിലുണ്ടായിരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ സുപ്രധാന സാമ്പത്തിക കരാറുകളും ഒക്കെ തന്നെ ഉൾപ്പെടെയുള്ള രേഖകൾ ED ഉദ്യോഗസ്ഥർ വിശദമായിട്ട് പരിശോധിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വസതിയിലേക്ക് ക്ലിഫ് ഹൗസിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയ സാമഗ്രികളാണ് ഈ നിർണായക രേഖകളിൽ ഉണ്ടായിരുന്നതെന്നും ഇതൊരു കൃത്യമായ കെണിയായിരുന്നുവെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഈ പരിശോധനയിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാട് രേഖകളും ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ രേഖകളിൽ വ്യക്തമാകുന്ന വ്യക്തികളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ED ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഈ തെളിവുകളുടെ കൃത്യത ഉറപ്പുവരുത്തിയ ശേഷമാണ് വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്നത് എന്നത് കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. റെയ്ഡ് നടന്ന സമയത്ത് ED ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്താനും ആക്രമിക്കാനും ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളാണ് പ്രദേശത്ത് അന്ന് ഉടലെടുത്തത്. ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ 26ഓളം പാർട്ടി പ്രവർത്തകരെ പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. സാധാരണ ഇത്തരം ഗുരുതരമായ വധശ്രമ കേസുകളിലോ കലാപ കേസുകളിലോ ഉൾപ്പെടുന്ന പ്രതികളെ വെവ്വേറെ സെല്ലുകളിലാണ് പാർപ്പിക്കാറുള്ളതെങ്കിലും ഇവിടെ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും ഒരേ വലിയ സെല്ലിൽ ഒന്നിച്ച് പാർപ്പിച്ചിരിക്കുകയാണെന്ന വാർത്തകൾ ജയിലിൽ നിന്നുമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ജയിൽ അധികാരികളുടെയും ജീവനക്കാരുടെയും മേലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾക്ക് ജയിലിനുള്ളിൽ വലിയ രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. കൂടാതെ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അടുത്ത ബന്ധുക്കൾക്ക് പുറമെ ആർക്കും എപ്പോൾ വേണമെങ്കിലും പ്രതികളെ സന്ദർശിക്കാനുള്ള വഴിവിട്ട സാഹചര്യവും അവിടെ നിലനിൽക്കുന്നു. ഈ സുപ്രധാന വിവരങ്ങളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. കേസിലെ മറ്റ് 300ഓളം വരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സംസ്ഥാന പോലീസ് ബോധപൂർവം മടി കാണിക്കുകയാണെന്നും അവർ യാതൊരു ഭയവുമില്ലാതെ പുറത്ത് സ്വതന്ത്രരായിട്ട് നടക്കുകയാണെന്നും IB കണ്ടെത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയ കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായിട്ടും സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നിസ്സംഗമമായ സമീപനമാണ് ഉണ്ടാകുന്നത്. ജയിലിനുള്ളിലെ വഴിവിട്ട സൗകര്യങ്ങളും പോലീസിൻ്റെ വീഴ്ചകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് EDയെ കൂടി കക്ഷി ചേർത്ത് ഈ അക്രമക്കേസ് പൂർണ്ണമായും CBIക്ക് വിടണമെന്ന ആവശ്യം കേന്ദ്രത്തിൻ്റെ സജീവ പരിഗണനയിലാണ്. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ പ്രാദേശികമായി ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വീക്ഷിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത.
അതേസമയം വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ CPI നേതൃത്വം ഈ കേസിൽ നിന്നും തന്ത്രപരമായ അകലം പാലിക്കാൻ ശ്രമിക്കുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻപ് പിണറായി വിജയൻ്റെ കുടുംബത്തിന് നേരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പ്രതിരോധ കവചമൊരുക്കി രംഗത്തിറങ്ങിയിരുന്ന പാർട്ടി ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു സ്വകാര്യ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പാർട്ടിയെയോ അണികളെയോ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്ന ചിന്താഗതി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കിടയിലും ശക്തമായിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ പൊതുപ്രതിച്ഛായയെ ബാധിക്കുമെന്ന വികാരം താഴെത്തട്ടിലുള്ള അണികളിൽ നിന്നുമൊക്കെ തന്നെ ഉയരുന്നുണ്ട്. മുൻപ് EDക്ക് നേരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയിരുന്നുവെങ്കിലും ഇനിയൊരു സമരത്തിന് സഖാക്കളെ കിട്ടാൻ പ്രയാസമായിരിക്കുമെന്ന യാഥാർത്ഥ്യം നേതൃത്വം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പാർട്ടിയിലെ അധികാര വടംവലികളും അതോടൊപ്പം തന്നെ പുതിയ നിലപാടുകളും പരസ്യമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പൂർണ്ണമായും കൈയൊഴിയുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് KK ശൈലജ ടീച്ചർ രംഗത്തെത്തിയത് ഇതിന് തെളിവാണ്. ഒരു തൊഴിൽ എന്ന നിലയിൽ ചെറുപ്പക്കാരൊക്കെ കമ്പനികൾ തുടങ്ങാറുണ്ടെങ്കിലും അതിലെ കരാറുകളും സാമ്പത്തിക കാര്യങ്ങളും ആ വ്യക്തികൾ തന്നെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്നും ഇതിനെ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. മുൻപ് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതിരുന്ന നേതാക്കൾ പോലും ഇപ്പോൾ പരസ്യമായിട്ട് ഇത്തരം നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത് പാർട്ടിയിലുണ്ടായ വലിയ മാറ്റത്തെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ആയതോടുകൂടി സ്വാധീനം കുറയുന്ന സാഹചര്യത്തിൽ പാർട്ടിയിൽ നേതൃമാറ്റം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഈ ഒരു പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന വിലയിരുത്തലുകളുമൊക്കെ തന്നെ ശക്തമാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും രാജ്യസഭാ അംഗവുമായ ജോൺ ബ്രിട്ടാസും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ CPMന് യാതൊരു പങ്കുമില്ലെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾ ഈ കേസിന് മറവിൽ മുൻ മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ ശ്രമിച്ചാൽ അതിനെ രാഷ്ട്രീയമായിട്ട് ചെറുക്കുമെന്നും എന്നാൽ സാമ്പത്തിക കേസുകൾ കമ്പനി തന്നെ സ്വന്തം നിലയിൽ നേരിടണമെന്നുമാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. ഇത്രയും കാലം അഴിമതി ആരോപണങ്ങളെ ശക്തമായിട്ട് ന്യായീകരിച്ചിരുന്ന പാർട്ടി നേതൃത്വം പെട്ടെന്ന് നിലപാട് മാറ്റിയത് മുൻ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. വരുന്ന വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് ED കടന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന കാര്യം ഉറപ്പാണ്.